വയനാട് ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് മലയാളികൾ. 100-ലധികം മരണങ്ങളാണ് ഇതിനോടകം റിപ്പോർട്ട് ചെയ്തത്. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സമാനമായ നിരവധി മണ്ണിടിച്ചിൽ ദുരന്തങ്ങൾക്കാണ് കേരളം കഴിഞ്ഞ വർഷങ്ങളിലായി സാക്ഷ്യം വഹിച്ചത്. ഇതിനു മുമ്പ് കവളപ്പാറയിലെയും പുത്തുമലയിലെയും പെട്ടിമുടിയിലെയും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ കാത്തിരുന്നവരാണ് നമ്മളെല്ലാം. കേരളം മറക്കാത്ത വലിയ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളുടെ ചരിത്രത്തിലേക്ക്. മലയാളികൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിനമാണ് 2019 ഓഗസ്റ്റ് 8. അന്നാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം ഒരു മലയോര മേഖലയെ ആകെ വിഴുങ്ങിയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഒരേ ദിവസം 2 ജില്ലകളിലായി 2 വലിയ പ്രകൃതി ദുരന്തങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. വൈകിട്ട് ആർത്തലച്ചെത്തിയ ഒരു മഴയിലാണ് പുത്തുമലയിൽ 17 മനുഷ്യജീവനുകൾ കവർന്ന ദുരന്തമുണ്ടായത്. ഓടി രക്ഷപ്പെടാൻ പോലുമാകാതെ നിസ്സഹായരായ മനുഷ്യരും അവരുടെ വളർത്തുമൃഗങ്ങളും വീടുകളും ആരാധനാലയങ്ങളുമെല്ലാം മണ്ണിനടിയിലായി. അന്ന് 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും തകർന്നിരുന്നു. 17 പേർക്ക് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായി. മരിച്ചവരുടെ പട്ടികയിലെ 5 പേരെ ഇന്നും കണ്ടെത്താനായിട്ടില്ല. അതേ ദിവസം രാത്രിയാണ് മറ്റൊരു ദുരന്തത്തിന് നിലമ്പൂരിനടുത്തുള്ള കവളപ്പാറ എന്ന ഗ്രാമവും സാക്ഷിയായത്. പാതിയോളം മല ഇടിഞ്ഞ് താഴ്വാരത്തേക്ക് കുത്തിയൊലിച്ച് ഒഴുകിയിറങ്ങിയപ്പോൾ ഓടിമാറാൻ പോലുമാകാതെ താഴെ നിരവധി ജീവനുകൾ നിസ്സഹായരായി നിൽപ്പുണ്ടായിരുന്നു. 45ഓളം വീടുകളാണ് അന്ന് മണ്ണിനടിയിലായത്. മൊബൈൽ ടവറുകളും വൈദ്യുത പോസ്റ്റുകളും തകർന്നതിനാൽ ദുരന്തം ലോകമറിഞ്ഞത് 12 മണിക്കൂറിന് ശേഷമായിരുന്നു. വഴികളെല്ലാം വെള്ളം മൂടിയതിനാൽ പിറ്റേന്ന് ഉച്ചയോടെ മാത്രമാണ് രക്ഷാപ്രവർത്തകർക്ക് ഇവിടേക്ക് എത്താനായത്. ദുരന്തത്തിൽ 59 പേരാണ് മരിച്ചത്. 20 ദിവസത്തോളം തിരച്ചിൽ നീണ്ടു. പക്ഷേ 11 പേർ ഇന്നും മണ്ണിനടിയിലാണ്. 2020 ഓഗസ്റ്റ് 6 രാത്രി 10:30-യോടെയാണ് കേരളം അന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടാകുന്നത്. മലമുകളിൽ നിന്ന് പൊട്ടിയൊലിച്ചെത്തിയ കല്ലും മണ്ണുമെല്ലാം പെട്ടിമുടി എന്ന ചെറുഗ്രാമത്തെ ആകെ മൂടി. മണ്ണിനും കല്ലിനും അടിയിൽപ്പെട്ട് 70 ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. കവളപ്പാറയിൽ സംഭവിച്ചതുപോലെ ദുരന്ത വാർത്ത പുറം ലോകമറിഞ്ഞത് പിറ്റേന്ന് രാവിലെ. കണ്ണൻദേവൻ കമ്പനിയിലെ ഒരു ജീവനക്കാരൻ കിലോമീറ്ററുകളോളം നടന്ന് രാജമലയിലെത്തിയാണ് കമ്പനി അധികൃതരെ വിവരമറിയിച്ചത്. അന്ന് കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനമായിരുന്നു പെട്ടിമുടിയിലേത്. ദുരന്ത നിവാരണ സേനയും സർക്കാർ വകുപ്പുകളും ജനപ്രതിനിധികളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു. 19 ദിവസം തിരച്ചിൽ നീണ്ടു. ഗർഭിണികൾ, മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ഇരുന്ന ഇരിപ്പിൽ മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യൻ, അങ്ങനെ 66 പേരുടെ മൃതദേഹങ്ങളാണ് രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത്. 70 പേർ മരിച്ചെങ്കിലും 66 പേരുടെ മൃതദേഹങ്ങൾ മാത്രമേ തിരികെ കിട്ടിയുള്ളൂ. 4 പേർ ഇപ്പോഴും കാണാമറയത്താണ്.